പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HP ലേസർ MFP 138 FNW എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്ററിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ ബോക്സിൻ്റെ പുറത്ത് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പ്രിൻറ്റ്, സ്കാന്, കോപ്പി, അതേപോലെ ഫാക്സ് മോഡലാണ് ഈ ഒരു പ്രിൻ്റർ വരുന്നത്. നിങ്ങൾക്ക് ഫാക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. USB കേബിൾ ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നുണ്ട്. അതുപോലെ കാറ്റേജ് വരുന്നുണ്ട്. ഇനീഷ്യൽ കാറ്റേജാണുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ 2 തെർമോകോപ്പീസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ യൂസർ മാനുവലും ഉള്ളൊരിതാണ്. നിങ്ങൾക്ക് യൂസർ മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് അൺബോക്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നെല്ലാം ഉള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഈ തെർമോകോപ്പീസ് മാറ്റി വെക്കുക. ശേഷം നിങ്ങൾക്കിവിടെ പ്രിൻ്റർ കാണാൻ സാധിക്കും. നേരെ പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കണം. പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ബോക്സിൻ്റെ അകത്ത് തന്നെ പ്രിൻ്റർ അല്ലാതെ വേറൊരു പാക്കിംഗ് കവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൊരു ഔട്ട്പുട്ട് ട്രേ വരുന്നുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞുതരാം. അതേപോലെ ഒരു പവർ കേബിളും USB കേബിളും വരുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. ശേഷം ഇനി നമുക്ക് തിരിച്ച് പ്രിൻ്ററിലേക്ക് വരാം. ഇതാണ് പ്രിൻ്റർ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ഈ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ആ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യാം. ഈ പാക്കിംഗ് കവർ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഉപയോഗമുണ്ട്. നിങ്ങൾ പ്രിൻ്ററിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് വെക്കാൻ, അതായത് മൂടി വെക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഒരിക്കലും തുണി കൊണ്ട് കവർ ചെയ്യരുത്. അത് പൊടിപടലങ്ങൾ കൂടുതൽ പ്രിൻ്ററിൻ്റെ അകത്തേക്ക് കയറാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാക്കിംഗ് കവർ നിങ്ങൾക്ക് മൂടി വെക്കാൻ ഉപയോഗിക്കാം. പൊടിപടലങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ കാണുന്ന കുറേ ബ്ലൂ സ്റ്റിക്കർ ഉണ്ടാവും. ഈ ബ്ലൂ സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഫിസിക്കലി കാണാവുന്ന രീതിയിലുള്ള ബ്ലൂ കളർ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് കാറ്റേജിൽ എന്തെങ്കിലും സ്റ്റിക്കർ വരുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ കാറ്റേജ് വരുന്നുണ്ട്. സ്കാനർ മൊഡ്യൂൾ ഇതേപോലെ 45 ആംഗിൾ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ കാറ്റേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെയും 2-3 സാധനങ്ങൾ റിമൂവ് ചെയ്യാനുള്ളതുണ്ട്. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. അപ്പോൾ നേരെ കാറ്റേജ് നമുക്ക് പുറത്തോട്ട് വെക്കാം. ആ കാറ്റേജിൻ്റെ അവിടെ ഒരു ഓറഞ്ച് മെറ്റീരിയൽ കാണാൻ സാധിക്കും, കണ്ടില്ലേ? അത് മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. അതുപോലെ കാറ്റേജിൻ്റെ അകത്ത് റിമൂവ് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ആ ഓറഞ്ച് കളർ പ്ലാസ്റ്റിക് പീസുകളും റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രിൻ്റർ ഓൺ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് നമ്മൾ കാറ്റേജ് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാറ്റേജിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുക, സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മളെ സ്റ്റിക്കർ റിമൂവ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പ്രിൻ്റർ ഓൺ ആക്കി നോക്കുക എന്നുള്ളതാണ്. പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ പവർ കേബിൾ വന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ജസ്റ്റ് ആ പവർ കേബിൾ പ്രിൻ്ററിൻ്റെ പിറകു വശത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. പിറകു വശത്തായിട്ട് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അവിടെ ജസ്റ്റ് കണക്റ്റ് ചെയ്യുന്നു. അത് കണക്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻ്റർ ഒന്ന് ഓൺ ആക്കുകയാണ്. ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയൊരു ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മാത്രമാണത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വാമിംഗ് അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മളെ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന ഡ്രൈവർ സീഡ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് അത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മളെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വാമിംഗ് അപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഈ ഓറഞ്ച് ലൈറ്റ് ഫ്ലാഷിങ് നിൽക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. യെസ്, ആ ഫ്ലാഷിങ് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ആണ്. അതിൻ്റെ അർത്ഥം പ്രിൻ്റർ വർക്കിംഗ് ഓക്കെ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പേപ്പർ ലോഡ് ചെയ്യാവുന്നതാണ്. പേപ്പർ ലോഡ് ചെയ്യാൻ ഇവിടെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ട്രേ വരുന്നത്. അവിടെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ A4 സൈസിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല ഗുഡ് ക്വാളിറ്റി പേപ്പർ തന്നെ ആ ട്രയൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇനി പാക്കിംഗ് കവറിൽ എന്താണുള്ളത് നോക്കാം. അത് ജസ്റ്റ് ഒരു പേപ്പർ ട്രയൽ വെക്കുന്ന സമയത്ത് പൊടിപടലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഉണ്ടല്ലേ? അതെങ്ങനെയാണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിലൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്.
നേരെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ട്രേൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ ലോക്ക് ഉണ്ടാവും. ആ ലോക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അതവിടെ ലോക്കായി നിൽക്കുന്നതാണ്. നിങ്ങൾക്കത് ആവശ്യാനുസരണം ഊരി വെക്കാനും അവിടുന്ന് സാധിക്കുന്നതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പേപ്പറിലേക്ക് വീഴുന്ന പൊടിപടലങ്ങൾ, മറ്റേ പാനിൻ്റെ ടോപ്പ്, സ്റ്റാപ്ലർ പിന്നുകളെല്ലാം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.